വെള്ളപ്പവും പാലപ്പവും ചുട്ടെടുക്കുന്ന രീതിയും അതുപോലെ കണ്ടാലും ഒരുപോലെയാണെന്നുണ്ടെങ്കിലും ഇത് തമ്മിൽ ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്ന രീതിയിലും. അപ്പോൾ ഇതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂ പോലുള്ള പാലപ്പം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ 2 കപ്പ് പച്ചരി നന്നായിട്ട് ഒരു 4 മണിക്കൂറോളം കുതിർത്തെടുത്ത് കഴുകിത അരിപ്പയിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. അരിപ്പയിൽ ഊറ്റി വെച്ചാലും ചെറുതായിട്ടൊരു നനവ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല വൃത്തിയുള്ള ഒരു കോട്ടൻ്റെ തുണിയിൽ കുറച്ച് സമയം ഒന്ന് ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ കോട്ടൻ്റെ തുണിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. അപ്പോൾ മിക്സിയിലൊക്കെ പൊടിച്ചെടുക്കുമ്പോൾ എത്ര നന്നായിട്ട് പൊടിച്ചെടുത്താലും ചെറുതായിട്ട് തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു തരികളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ചെറിയ ഹോളുള്ള അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് കൂടുതലൊക്കെ അരിയൊക്കെ കുതിർത്തത് മില്ലിലൊക്കെ കൊണ്ടുപോയി പുട്ടിനൊക്കെ പൊടിപ്പിക്കില്ലേ. അപ്പോൾ അങ്ങനെ പൊടിപ്പിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് ഇതുപോലെ കുറച്ച് പച്ച അരിപ്പൊടി എടുത്തിട്ട് ഒന്ന് അരിച്ചിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് ആ തരി നമുക്ക് പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അത് വറുത്തെടുക്കുന്നതിന് മുന്നേ ആയിട്ട് അരിച്ചിട്ട് എടുക്കണം. പച്ച അരിപ്പൊടി തന്നെ വേണം നമുക്ക് ഈ ഒരു പാലപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ പൊടി നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു 1/4 കപ്പ് പൊടി കറക്റ്റായിട്ട് അളന്നെടുക്കാം. അപ്പോൾ ഈ ഒരു മെഷർമെൻ്റ് ഒക്കെ ഈ ഒരു അളവിലേക്ക് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 1/4 കപ്പ് പൊടി അളന്നെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം തണുത്ത് വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വരിക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിപ്പൊടി ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു 3 കപ്പ് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അളവൊക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പ് ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുത്തിട്ട് ആ ഒരു ഗ്ലാസ്സിൽ തന്നെ എല്ലാ കാര്യങ്ങളും അളന്നെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഒരു കപ്പി കാച്ചിയത് വെച്ചിട്ട് തന്നെയാണ് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ടിത് അടച്ചു വെച്ച് ഒരു 8 മണിക്കൂർ പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ രാത്രി മാവ് കുഴച്ച് വെച്ചിട്ട് പിന്നെ രാവിലെയാണ് കേട്ടോ എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പാകത്തിനുള്ള ഉപ്പും ഒരു 1/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പാനിൽ ഒഴിച്ച് ചുറ്റിച്ചെടുക്കാൻ പാകത്തിലുള്ള ആ ഒരു ലൂസിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റും കൂടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ചൂടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റും കൊണ്ട് റെഡിയാവും. ഇനിയിപ്പോൾ തണുപ്പാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വരെ വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് ആ പാന് ചൂടാക്കിയിട്ടിട്ട് അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ട് അടച്ചു വെച്ച് ചുട്ടെടുക്കാം. പെട്ടെന്ന് ഇത് റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മൾ ഇതുപോലെ ചുട്ടെടുത്തതിന് ശേഷം പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അടുത്തത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചുറ്റിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ അരികൊക്കെ നല്ല മൊരിഞ്ഞിട്ടുള്ള പാലപ്പാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് പാലപ്പം തയ്യാറാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.